അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വക ക്രിസ്മസ് ആശംസകൾ. ഞാനിപ്പോൾ ഇന്നിവിടെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ സൈറ്റിൻ്റെ ബാക്കിൽ നമ്മുടെ തന്നെ കമ്പനിയുടെ സ്റ്റാഫുകൾ ചേർന്നിട്ട് കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം നമ്മൾ കാണിക്കുന്നത് ചുരക്കയുടെ വിളവെടുപ്പാണ്. പക്ഷേ നമ്മൾ പാവല്, പടവലം, വാഴയുണ്ട്, മുരിങ്ങയുണ്ട്, പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങയുണ്ട്, പിന്നെ അതുപോലെ ആ, ഓമക്ക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ എടുത്ത് പറയാഞ്ഞത്. അപ്പം ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരക്കയുടെ വിളവെടുപ്പാണ് കേട്ടോ. ഈ ചുരക്ക നമ്മളെല്ലാ ആഴ്ചയിലും വിളവെടുക്കും. ഈ ആഴ്ചത്തേത് ഞാൻ കരുതി ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് കരുതി. അപ്പം നമ്മുടെ സൈറ്റിൻ്റെ ബാക്കിലുള്ള കുറച്ച് സ്ഥലത്ത് നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫുകൾ തന്നെ ചെയ്യുന്ന ഒരു കൃഷിയാണിത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണ് നമുക്കതിൻ്റെ ഒരു പ്രതിഫലം തരും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് എനിക്കിതിലൂടെ എല്ലാവർക്കും കാണിച്ചു തരാനായിട്ടുള്ളത്. കാരണം ഇപ്പം ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഒമാനിൽ ഇതുപോലെ മരുഭൂമിയിൽ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ കൂട്ടുള്ള മണ്ണല്ല ഇവിടുത്തെ മണ്ണ്. ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ചുമ്മാ എന്തെങ്കിലും നട്ടാൽ തന്നെ നമ്മൾ സാധാരണ രീതിയിലുള്ള ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതായത് നമുക്കിവിടെ മെസ്സിൽ വരുന്ന ഫുഡിൻ്റെ വേസ്റ്റ് എടുക്കാനായിട്ട് ഇവിടുത്തെ ഒരു അറബി ഫാമിലി വരുന്നുണ്ട്. അപ്പം ആ ഫാമിലിയിൽ അവർക്കവിടെ ആടുകളുണ്ട്. ആടിൻ്റെ ഫാമുണ്ട് അവർക്ക്. അപ്പോൾ അവർ ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ അവരുടെ ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് പകരമായിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുറച്ച് ആടിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ കാഷ്ടം, അത് നമുക്ക് തരും. അപ്പോൾ അത് മാത്രമേ നമ്മൾ ഇതിനിട്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇതിനിട്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മണ്ണിനെ സ്നേഹിച്ച് എന്ത് നമ്മൾ മണ്ണിൽ ചെയ്താലും നമുക്കതിനുള്ളൊരു നല്ല പ്രതിഫലം മണ്ണ് തരുമെന്നുള്ളതാണ്. അതിപ്പോൾ ഏത് നാടായാലും എവിടെയായാലും അതിന് വേണ്ട വെള്ളവും വളവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ മറ്റ് വളങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതിനകത്ത് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഫ്രഷായിട്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്കിവിടെ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ഈ ചുരക്ക നമ്മുടെ ആൾക്കാർ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ് കഴിക്കുന്നത്. അപ്പം നമ്മളിത് മെസ്സിൽ കൊടുക്കും. മെസ്സിൽ കൊടുത്തിട്ട് മെസ്സുകാരത് അവർക്കുള്ള കറികൾ, ദാലിനകത്തൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള കറികളൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പം ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരാഴ്ച 25 കിലോ മുതൽ മേപ്പോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിളവെടുപ്പുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, മത്തനുണ്ട് കേട്ടോ. നമുക്ക് നല്ല മത്തൻ, ഞാനത് വീഡിയോ ആയിട്ടില്ല, ഇതിന് മുന്നേ വിളവെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പം മത്തനുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആഴ്ചയിൽ ഞാൻ ഫാമിലിയെ കാണാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാനും കൊണ്ടുപോകാറുണ്ട് ഇത്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ ചുരുക്കി പറഞ്ഞ ഒരു 2 ആഴ്ചത്തേക്കുള്ള ഒരു പച്ചക്കറികൾ, സാധനങ്ങൾ ഇവിടുന്ന് തന്നെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ 2 ആഴ്ചത്തേക്ക് പിന്നെ അവിടെയും പച്ചക്കറിയുടെ ആവശ്യം അങ്ങനെ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.